നമസ്കാരം, ജനഭൂമിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ സിന്ധിൽ ലഷ്കർ-ഇ-തോയ്ബ കമാൻഡറും ഉന്നത ഭീകരനുമായ സൈഫുള്ള ഖാലിദ് കൊല്ലപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് സിന്ധിലെ മാറ്റ്ലിയിലുള്ള തന്റെ വീട്ടിൽ നിന്ന് ജോലിക്കായി ഇറങ്ങിയതായും ഒരു കവലയ്ക്ക് സമീപമെത്തിയ ഉടൻ തന്നെ അജ്ഞാതരായ ആക്രമികൾ തീവ്രവാദിയെ വെടിവെച്ചു കൊന്നുവെന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച അജ്ഞാതരായ 2 പേർ നടത്തിയ ആക്രമണത്തിൽ സൈഫുള്ള വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്ലാമാബാദിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇയാൾ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 2001 രാംപൂരിലെ CRPF ക്യാമ്പ് ആക്രമണം, 2005 ബാംഗ്ലൂരിലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആക്രമണം, 2006 നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിന് നേരെയുണ്ടായ ആക്രമണം എന്നിങ്ങനെ ഇന്ത്യയിൽ നടന്ന 3 പ്രധാന ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഇയാൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. 5 വർഷക്കാലം നീണ്ടുനിന്ന ഈ ആക്രമണങ്ങൾ നിരവധി പേരുടെ ജീവൻ അപഹരിച്ചു. ഇന്ത്യൻ മണ്ണിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രവർത്തനങ്ങളിൽ വൻ വർധനവിന് കാരണമായി. ലഷ്കറിന്റെ ഭീകരപ്രവർത്തനങ്ങൾക്ക് കെയ്ഡർമാരെയും സാമ്പത്തിക സഹായവും നൽകുക എന്നതായിരുന്നു സൈഫുള്ളയുടെ പ്രധാന ജോലി. പ്രധാനമായും നേപ്പാളിലെ ലഷ്കർ-ഇ-തോയ്ബയുടെ മുഴുവൻ തീവ്രവാദ യൂണിറ്റും സൈഫുള്ള കൈകാര്യം ചെയ്തിരുന്നു. വിനോദ് കുമാർ എന്ന ഓമനപ്പേരുപയോഗിച്ച് ഖാലിദ് വർഷങ്ങളോളം നേപ്പാളിൽ വ്യാജ ഐഡന്റിറ്റിയിൽ താമസിച്ചു. നേപ്പാളി പൗരയായ നഗ്മ ബാനുവിനെയും സൈഫുള്ള വിവാഹം കഴിച്ചിരുന്നു. നേപ്പാളിലായിരുന്നപ്പോൾ ഖാലിദ് ലഷ്കർ-ഇ-തോയ്ബ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളും ഗ്രൂപ്പിനുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണയും നിശബ്ദമായി കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതിന് സൗകര്യമൊരുക്കുന്ന ഒരു പ്രധാന LET മോഡ്യൂൾ നേപ്പാളിൽ സൈഫുള്ള പ്രവർത്തിപ്പിച്ചിരുന്നു. മുഹമ്മദ് സലീം, സൈഫുള്ള, വാജിദ്, സലീം ഭായ് തുടങ്ങി നിരവധി പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. അടുത്തിടെ ഇയാൾ പാകിസ്ഥാനിലേക്ക് മടങ്ങി. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകളായ അതിന്റെ മുന്നണിയായ ജമാഅത്ത്-ഉദ്-ദവയിലും പ്രവർത്തിച്ചു. സിന്ധ് പ്രവിശ്യയിലെ ബാണ്ടിനിയിലെ മാറ്റ്ലിയിൽ നിന്നാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. കൂടാതെ ലഷ്കറിനും ജമാഅത്ത്-ഉദ്-ദവയ്ക്കും വേണ്ടി റിക്രൂട്ട്മെന്റും ഫണ്ട് പിരിവും സൈഫുള്ള നടത്തിയിരുന്നു. അടുത്തിടെ സൈഫുള്ള ഖാലിദ് പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയിലെ ബാദിൻ ജില്ലയിലെ മാറ്റ്ലിയിൽ ഒളിത്താവളം ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് ലഷ്കർ-ഇ-തോയ്ബയ്ക്കും അതിന്റെ മുന്നണി സംഘടനയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുകയും ഫണ്ട് ശേഖരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യം. ഇയാളുടെ പിന്തുണയിൽ 5 വർഷത്തിനിടെ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേരുടെ ജീവൻ അപഹരിക്കുക മാത്രമല്ല, ഇന്ത്യൻ മണ്ണിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രവർത്തനങ്ങൾ കുത്തനെ വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. കൊടും ഭീകരന്റെ കൊലപാതകത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ സർക്കാരാണ് ഇയാൾക്ക് സുരക്ഷ ഒരുക്കിയിരുന്നതെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. ഖാലിദിനെ കൊന്നത് ഇന്ത്യയുടെ അറിവോടെയാണെന്ന് വേണമെങ്കിൽ പാകിസ്ഥാൻ പറയും. പരസ്യമായി ഇക്കാര്യം സമ്മതിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. കാരണം പാകിസ്ഥാനുള്ളിൽ നടന്ന കൊലപാതകത്തിന്റെ ക്രെഡിറ്റ് ഇന്ത്യക്ക് നൽകിയാൽ അത് ആ രാജ്യത്തിന് നാണക്കേടാണ്. എന്നാൽ പാകിസ്ഥാന്റെ അടിത്തള ഇളകുകയാണ്. പാകിസ്ഥാനെ ഭീകര സംഘടനകളെയെല്ലാം ഇന്ത്യ ഒതുക്കും. അത് പാകിസ്ഥാൻ അറിഞ്ഞുമാകാം, അറിയാതെയുമാകാം. ഇനി ഇതാണ് യുദ്ധത്തിന്റെ പുതിയ തന്ത്രം. അത് മോദിക്ക് മാത്രം സ്വന്തം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.